ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ അഫ്സലിലേക്ക് കൂടി പോകാം. അഫ്സൽ, വല്ലാത്ത ആശങ്കയോടെയാണ് മലയാളികളടക്കം എല്ലാവരും ഇരുന്നത്. കാരണം ഇറാനിലും ഒരുപാട് മലയാളികളുണ്ട്, ഇസ്രായേലിലും മലയാളികളുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ നമുക്ക് ആശങ്ക ഒരുപോലെയാണ്. എങ്ങനെയായിരുന്നു ഇറാനിലെ ആ ചെലവഴിച്ച ദിവസങ്ങൾ, ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു തത്രപ്പാട്, അതെങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനെ വല്ലാണ്ട് വിഷമത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അവിടെ ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് ഞാൻ അവിടെ ഇറാനിൽ എത്തിയത്. ടെഹ്റാനിലായിരുന്നു ഉണ്ടായിരുന്നത്. ടെഹ്റാനിൽ ഫസ്റ്റ് വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ അറ്റാക്ക് മുതൽ ജനങ്ങളെല്ലാം പാനിക്കായിരുന്നു. ഞങ്ങളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവിടെ റൂമിൽ തന്നെ 2-3 ദിവസം കഴിച്ചു കൂട്ടിയത്. അത് കഴിഞ്ഞാണ് ഇറാനിൽ നിന്ന് എല്ലാവരും മാറണം എന്നുള്ള ദേശീയ മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് യസ്ദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തത്. ആ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള അറ്റാക്ക് ഇന്ത്യൻ എംബസിയുടെ പഴയ ഓഫീസിന്റെ അവിടെയായിരുന്നു. ഞങ്ങൾ പോയി അവിടെ നിന്ന് നേരിട്ട് അറ്റാക്ക് കാണാനും അതിൽ എന്തോ ഒരു തലനാരേക്ക് രക്ഷപ്പെട്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് അറ്റാക്ക് നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതുമായ സ്ഥിതി ഉണ്ടായിരുന്നു അല്ലേ അഫ്സൽ? 2 പ്രാവശ്യമുണ്ട്. ഒന്ന് ടെഹ്റാനിൽ വെച്ചിട്ടും സംഭവിച്ചു. അത് കഴിഞ്ഞ് യസ്ദിലേക്ക് പോയി. യസ്ദിൽ നിന്ന് ഞങ്ങൾ ബന്ദർ അബ്ബാസിലേക്ക് മൂവ് ചെയ്തിരുന്നു. കാരണം എങ്ങനെയെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് കടൽ മാർഗം കടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്താൻ വേണ്ടി ബന്ദർ അബ്ബാസിൽ പോയപ്പോൾ ബന്ദർ അബ്ബാസിൽ ഉണ്ടായിരുന്ന അറ്റാക്കിലും അതിന് തൊട്ടടുത്ത്, കാരണം ബന്ദർ അബ്ബാസ് പോർട്ടിന്റെ തൊട്ടടുത്താണ് അവരുടെ ഒരു നേവിയുടെ അങ്ങോട്ട് ആസ്ഥാനം, അവരുടെ പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നത്. അവിടെ ഉള്ള അറ്റാക്ക് നേരിട്ട് തന്നെ കണ്ടു. ഞങ്ങൾ നേരിട്ട് കണ്ടുവെച്ചാൽ അതും തൊട്ടടുത്ത് 100 മീറ്റർ വ്യത്യാസത്തിലാണ്. അവിടുന്ന് 1 കിലോമീറ്ററോളം ഞങ്ങൾ ഓടിയിട്ടാണ്, അവിടുന്ന് പോലീസാണ് ഞങ്ങളെ ഓടാൻ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോയി. പിന്നെ അവർ കാറിൽ ഞങ്ങളെ കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. അവിടുത്തെ പോലീസ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി ഈ യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവായാൽ തിരികെ പോകേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടോ, അതോ എന്താണ്? ഞാൻ ദുബായിലാണ് ഞങ്ങളുടെ കമ്പനി ഉള്ളത്. ആ കമ്പനിയുടെ ഒരു മീറ്റിംഗ് ആവശ്യമായിട്ടാണ് ഇറാനിലേക്ക് പോയത്. ഇറാനിലെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ടൈപ്പ് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കമ്പനിക്ക്. അതിന്റെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെയുള്ള ആളുകളെല്ലാം അവരൊക്കെ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു വിഷമം. ഞങ്ങളങ്ങോട്ട് കയറ്റി വിടാനൊക്കെ ഞങ്ങൾ അവിടുത്തെ കമ്പനിയുടെ ടീംസ് ഒരുപാട് ശ്രമം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ എത്തി എന്നുള്ള വിവരം പോലും അവരെ അറിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അവിടുത്തെ നോർമൽ സ്ഥിതിയിലേക്ക് ഇനി എപ്പോൾ വരും, എങ്ങനെയാണ് അതിന്റെ അടുത്തൊരു ഇതുണ്ടാവും ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അത് നോർമൽ സ്ഥിതിയിലേക്ക് എത്ര പെട്ടെന്ന് ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ലോകത്തിലെല്ലാം വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അഫ്സൽ, എന്തായാലും കാര്യങ്ങൾ വേഗത്തിൽ സാധാരണഗതിയിലേക്ക് പോകട്ടെ. അത് ഒരാളുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ആവശ്യമായതുകൊണ്ടാണ് എല്ലാവരും ആശങ്കയോടെ ഈ യുദ്ധ സാഹചര്യത്തെ കാണുന്നത്. വളരെ നന്ദി അഫ്സൽ, സുഖമായിട്ടിരിക്കും.